ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാനൊന്ന് പാടത്തേക്കൊക്കെ ഇറങ്ങി വന്നതാട്ടോ. അപ്പോൾ ഇപ്പോൾ പുറം നമ്മളെ ചുറ്റുപാടൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. എന്താ വെച്ചാൽ നല്ല മഞ്ഞാണ് രാവിലെ. അപ്പോൾ മഞ്ഞത്ത് ഭംഗിയൊക്കെ തന്നെയാണ്, പക്ഷേ മഞ്ഞത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജലദോഷം കിടപ്പൊക്കെ വരും ചെയ്യും കേട്ടോ. എന്നാലും നമ്മളതൊന്നും നോക്കാതെ വെറുതെ പാടത്ത് പോയപ്പോൾ നല്ല രസമുള്ള കാഴ്ചകൾ കേട്ടോ. പക്ഷികളെയും കാക്കകളെയും കോഴികളെയും എല്ലാത്തിൻ്റെയും ശബ്ദവും ആ മഞ്ഞും ഒക്കെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കാണുക, ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ രാവിലെ ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ചോറിനുള്ള അരി ഞാൻ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായക്ക് കടിന്ന് ദോശയാണ് കേട്ടോ. അപ്പോൾ നല്ല തേങ്ങയും പൊട്ടുകടലയും ഒക്കെ ഇട്ട ചട്നിയും അതുപോലെ തന്നെ ഒരു ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇന്ന് ചെറിയ ആൾ മദ്രസക്ക് പോകുമ്പോൾ തന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് കേട്ടോ. നല്ല ചട്നി ഉണ്ടാക്കുന്നു. വെള്ളച്ചട്നിയും ചമ്മന്തിയും വേണമെന്ന് പറഞ്ഞു പോയിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ചമ്മന്തിക്കുള്ളത് ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കടല കേട്ടോ, പൊട്ടുകടല ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ വാട്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് അതിൻ്റെ അരച്ചെടുത്താൽ നമ്മൾ അടിപൊളി ചമ്മന്തി റെഡിയാകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുള്ളൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചട്നിക്കുള്ളതൊക്കെ അരച്ച് കടുകും കറിവേപ്പിലയും ഒരു 2-3 കുറച്ച് നമ്മളെ പൊട്ടുകടലൊക്കെ എണ്ണയ്ക്ക് ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചമ്മന്തിക്കുള്ളത് ചൂടാറിയിട്ട് വേണം കേട്ടോ മിക്സിക്ക് ഇടാൻ. അപ്പോൾ അതൊന്നും അവിടെ തണുത്ത് സെറ്റാവട്ടെ. പിന്നെ ഇപ്പോൾ ദോശമാവൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻകാരൻ്റെ ഒച്ച എങ്ങനെ കേൾക്കാണ്ട് കേട്ടോ. മീൻകാരൻ ആളെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നിർത്തില്ല, അവിടുന്ന് ഒരൊറ്റ പോക്കാൻ പോകും. പിന്നെ നമുക്ക് ഇന്നത്തെ ദിവസം മീനും കിട്ടില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേഗം പോയി മീൻകാരനെ കണ്ട് മീനൊക്കെ വാങ്ങി. നല്ല ചെറിയ കേദറയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും തന്നെ വാങ്ങിയിട്ടുണ്ട്. കിലോ 120 രൂപയാണ് കേട്ടോ ഇന്നത്തെ വില. അപ്പോൾ ഞാൻ കവറിൽ തന്നപ്പോൾ എനിക്ക് കവറിൽ വേണ്ട, ഞാനിങ്ങനെ ഇല എടുത്തിട്ട് അങ്ങനെ പിടിച്ച് പൊയ്ക്കോളാണ്. പക്ഷെ ഇപ്പോൾ കവറുകൾ നമുക്ക് പുറത്തു കൂടി ഒന്നും ഇടാൻ പറ്റാത്ത അവസ്ഥയല്ലേ. അപ്പോൾ മീൻ കവർ കഴുകി ഉണക്കി വേണം കേട്ടോ എടുത്ത് വെക്കാൻ. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്നവരൊക്കെ വരുമ്പോൾ അത് കൊടുക്കലല്ലേ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് മീൻ കവർ ഞാൻ വാങ്ങിയില്ല. അങ്ങനെ കുറച്ച് സമയപ്പത്തിനും പാലൊക്കെ ഒന്ന് തിളപ്പിച്ച് മോനുള്ളത് മാറ്റി വെച്ച് ബാക്കിയിൽ പൊടി ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ദോശ ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവനപ്പോഴത്തേനും വരികയും ചെയ്തു. അപ്പോൾ ഇത്രയും സമയം എന്താണ് ആക്കിയത് ചോദിച്ചിട്ട് ഭയങ്കര സങ്കടം മറിച്ചിലാണ് കേട്ടോ. അവനാണെങ്കിൽ വന്നതും ചായയും കടിയും കിട്ടണം കേട്ടോ. എപ്പോഴും ഞാൻ റെഡിയാക്കി വെക്കാറാണ്. അപ്പോൾ ഇന്നിപ്പോൾ ദോശ ആവുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ അവനാണെങ്കിൽ ദോശ ചുടണമെങ്കിൽ അത് നല്ലോണം ഇങ്ങോട്ട് മുരിഞ്ഞതാവാൻ ഇഷ്ടമല്ല കേട്ടോ. നല്ല സോഫ്റ്റുള്ള ദോശയാണ് അവനിഷ്ടം. അപ്പം അങ്ങനെ പറയാണ് കേട്ടോ, കരിച്ച ദോശ വേണ്ട, എനിക്ക് വെളുത്ത ദോശ മതി, കരിഞ്ഞ ദോശ വേണ്ട എന്നാണ് പറയുന്നത്. വെളുത്ത ദോശ എന്ന് പറയുന്നത് മുരിയാത്ത ദോശയൊക്കെയാണ് കേട്ടോ പറയുന്നത്. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ എൻ്റെ കയ്യും കാലും ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം ആൾക്ക്. ഒന്നില്ലെങ്കിൽ ഇന്നെ വികൃതിയാണോ, അല്ലെങ്കിൽ മൂത്ത ജ്യേഷ്ഠന്മാരെന്തെങ്കിലുമൊക്കെ കാട്ടണം. അപ്പോൾ വേഗം ആക്കിക്കൊണ്ടാണ് വിശക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇതുപോലത്തെ വിക്രസൊക്കെ കാട്ടുട്ടോ. 2-3 പ്രാവശ്യം എന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഗ്യാസിൻ്റെ ലൈറ്റർ എടുത്തിട്ട് ഇങ്ങനെ അടിക്കും കേട്ടോ മേത്ത്. അപ്പോൾ നല്ലൊരു വേദനയല്ലേ. അപ്പം ചിലപ്പോൾ എനിക്ക് വേദനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനും തിരിച്ച് കൊടുക്കും കേട്ടോ, നല്ല അടി കൊടുക്കും. എൻ്റെ ശരീരം വേദനിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. അപ്പം ഞാനും അതുപോലെ ചെയ്യും കേട്ടോ, തിരിച്ച് ചെയ്യും. അപ്പോൾ എൻ്റെ അപ്പം ഇങ്ങനെ പറയും, കുട്ടിയിലേറെ കുട്ടിയാണ് നീലേ എന്നെ ചീത്ത അറിയാൻ ചെയ്യാം കേട്ടോ. മക്കൾ കാട്ടണ ഇതൊന്നും പ്രശ്നമല്ല, നമ്മളെന്തും കാട്ടാം. നമ്മൾ വീട് കിടക്കണ ചാഞ്ഞ് കിടക്കുന്ന മരല്ലേ എന്ന് പറയിട്ടു ഞാൻ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഭയങ്കര കലാപരിപാടികളൊക്കെയാണ് കേട്ടോ. ഭയങ്കര പാട്ടും ഡാൻസും ജ്യേഷ്ഠനും അനിയന്മാരും കൂടി ജിമ്മ് കാട്ടലും അതും ഇതും എന്തൊക്കെയോ ചെയ്ത് കൂട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇണങ്ങിയാലിങ്ങനെ നല്ല ഇണക്കത്തിലാവും 3 ഇടഞ്ഞാൽ പിന്നെ പറയേണ്ടി വരില്ല, ചട്ട കിടക്കിയ രസം ഉണ്ടാവുള്ളൂ. 3 ഒരുപോലെ കൊണ്ട് കൊടുക്കും കേട്ടോ ഞാൻ. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഇവിടുത്തെ ചട്ടകം കണ്ടാൽ എല്ലാവരും ചിരിച്ചു പോകും. അപ്പോൾ ആകെ വളഞ്ഞ് ഇതായിട്ട് അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ അടി കൊടുക്കും, അവരെ പിടിച്ചിങ്ങനെ വളച്ചെടുക്കും. എനിക്കൊന്നും ഇപ്പം അവർ തല്ലാനുള്ള ഹെൽപ്പില്ല കേട്ടോ. ഞാനൊക്കെ അടി അടിച്ചുമ്പോൾ ചിലപ്പോൾ ഞാനാവും ധരിക്കുക, തമാശക്ക് കേട്ടോ.
നല്ല അവരപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ മക്കളൊപ്പം വലിയ സ്ട്രിക്റ്റ് ആയിട്ടും ഞാൻ നിൽക്കാറില്ല കേട്ടോ. ഞാൻ എപ്പോഴും അവരോട് നല്ല തമാശയിലും കളിയിലുമാണ്. അതേപോലെ പക്ഷെ ഉപ്പാനോട് അങ്ങനെയല്ല, ഉപ്പാനെ ഭയങ്കര പേടിയാണ്. ഇപ്പം ഉണ്ടാകുമ്പോൾ ഭയങ്കര സൈലൻ്റാണ്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇന്നെ ഇട്ടിട്ട് മൂക്കൊണ്ട് ഇഞ്ഞ വരപ്പിക്കണ ആൾക്കാരാട്ടോ ഇവർ. അങ്ങനെ എല്ലാവരും ഒക്കെ ഒന്ന് പറഞ്ഞയച്ച് ഉള്ള ഊർജം ഫുള്ള് പോയിട്ടോ രാവിലത്തെ ഇനി കുറച്ച് ഊർജം കയറ്റട്ടെ. അതുകൊണ്ട് നല്ല 2 മൊരിഞ്ഞ ദോശയൊക്കെ ഉണ്ടാക്കി ചട്നിയും ചമ്മന്തിയും കൂട്ടിയടിച്ച് ഇനിയിപ്പോൾ നമ്മൾ കാക്കു 10 മണിയാകുമ്പോൾ ചായക്ക് വരും കേട്ടോ. അപ്പോൾ കാക്കുവിനുള്ള ദോശയാണിത്. അപ്പം മൂപ്പർക്കും അങ്ങനെ മൊരിഞ്ഞ ദോശ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവർക്കും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, വരാനായിട്ടുണ്ട്. അപ്പോൾ ഞാനും എന്തായാലും ചായ കുടിക്കട്ടെ. ചായ കുടിക്കൽ പറഞ്ഞാൽ ഇതിപ്പോൾ കട്ടൻ്റെ ഒരു രാവിലെ എണീറ്റതും പാൽ ചായ ഒന്ന് കഴിച്ചു, പിന്നെ ഇപ്പോൾ ഒരു ഗ്ലാസ് വീണ്ടും കട്ടൻ കുടിച്ചു. പിന്നെ ഇപ്പോൾ എന്തായാലും വേണ്ട 1/2 ഗ്ലാസ് കേട്ടോ അത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവരൊക്കെ എന്നെ ചീത്ത പറയുകയും ചെയ്യും, ചായ ഒരുപാട് കുടിക്കണതുകൊണ്ടേ ചായ കുടിക്കരുത് എന്ന് പറയും. പക്ഷേ എനിക്കത് കഴിയില്ല കേട്ടോ, കുടിക്കാതിരിക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്താ അറിയില്ല, ചായ ഇങ്ങനെ കാണുമ്പോൾ എന്നെ അങ്ങനെ ആകർഷിക്കുകയാണ്, ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ കാണുമ്പോൾ കേട്ടോ. അപ്പോൾ എന്തായാലും ചായ കൂടിയും എല്ലാം യുദ്ധങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരെയും പറഞ്ഞയച്ചാൽ തന്നെ ഒരു തൃശ്ശൂർ പൂരം കഴിഞ്ഞ പോലെയാണ് കേട്ടോ. വീട് ഉറങ്ങി കിടക്കും, മക്കളില്ലെങ്കിലും ഒരു രസമല്ല. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് അടുക്കളയിൽ ഇങ്ങനെ പണി വെച്ചപ്പാടും ബഹളം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ മീനൊക്കെ അതാ ശരിയാക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കറിയിട്ടേക്ക് നമ്മൾ ഇന്നത്തെ കറി തമിഴ്നാട് സ്റ്റൈലിലെ കിള്ളി സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള കുറച്ച് പരിപ്പും തക്കാളി പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി ഒരു 5-8 വെളുത്തുള്ളി കേട്ടോ, 5-8 അല്ലി കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടണം, കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യണത്. ഇതിൽ തേങ്ങ അരക്കോ അതുപോലെ പുളിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. 2 തക്കാളി, നല്ല പുളിയുള്ള തക്കാളി തന്നെയാണ്. ഇനിയിപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് പിന്നെ വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ ജീരകം ഒരു നുള്ളിട്ട് കൊടുക്കണത് നല്ല രസമാണ് കേട്ടോ. ആ മണം ഇഷ്ടമല്ലാത്തവർ ഇടണ്ട, പറ്റണവരിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. ഈ മീൻ ഫ്രൈനും ഒപ്പം ഇങ്ങനത്തെ ഒക്കെ ഒരു കറിയാണ് കേട്ടോ രസം ഉണ്ടാവുക. അങ്ങനെ നമ്മൾ കറിയൊക്കെ ഒന്ന് എല്ലാതും ഇട്ട് സെറ്റാക്കി ഇനി ഒന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ അതും വേവിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്, തിളച്ച് സെറ്റായിട്ടുണ്ട്. പിന്നെ കുറച്ച് മീനും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേതര മീൻ ഞാൻ എപ്പോഴും ഇതുപോലെ കേട്ടോ കട്ട് ചെയ്യാം. പിന്നെ മീൻകാരൻ കട്ട് ചെയ്തിട്ടാ എല്ലാം എപ്പോഴും തേറ്റിൽ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും എനിക്ക് നിൽക്കാനും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് വാങ്ങി, അയാൾക്കും അതൊരു ആശ്വാസമായിട്ടോ. അങ്ങനെ മീനൊക്കെ പൊരിച്ച് പകുതി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ പൊരിക്കണം. അതുപോലെ തന്നെ നമ്മൾ സാമ്പാറിലെ തക്കാളിയും പരിപ്പും എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം. പരിപ്പ് അതിലിങ്ങനെ കാണരുത് കേട്ടോ, ആ രീതിയിൽ വേണം വേവാണ്. ഇനിയിപ്പോൾ എന്തായാലും അതവിടെ സെറ്റാക്കി ഒന്നും കൂടി തിളച്ചാൽ അത് ഇറക്കി വെച്ചാൽ പിന്നെ നമുക്കതൊന്ന് കടുവറുത്തിടണം കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള മീനും കൂടി എടുത്ത് സെറ്റാക്കി വെക്കട്ടെ. അപ്പോൾ തല ഇതാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തല പൊരിച്ചത്. കറിയിലിട്ടത് വലിയ ഇഷ്ടമല്ല, തല ഇങ്ങനെ പൊരിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാണ്ട്. അപ്പോൾ നമ്മുടെ കാക്ക എപ്പോഴും പറയും കേട്ടോ, ഇവിടെ എണ്ണയ്ക്ക് ഭയങ്കര ചിലവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ധാരാളം ഉപയോഗിക്കണം കേട്ടോ. എനിക്ക് മീൻ പൊരിക്കുകയാണെങ്കിലും എണ്ണ കുറച്ച് കൂടുതലാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ എണ്ണ തീർന്ന് കിട്ടും. അങ്ങനെ ബാക്കിയുള്ള മീനും കൂടെ ഒക്കെ സെറ്റാക്കി വെച്ച് ഇനിയിപ്പോൾ നമ്മൾ കിള്ളി സാമ്പാർ ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 2 സാധനം കൂടെ വേണം കേട്ടോ, നമ്മളത് അത് ഇല്ല. അങ്ങനെ കുറച്ച് കടുക്, ഒരു 2 മണി ഉഴുന്നുപരിപ്പും അതുപോലെ തന്നെ ഒരു 2 മണി പിന്നെ ഉലുവ കേട്ടോ, അത് 3ഉം കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അത് പൊട്ടിച്ചിട്ട് വരുമ്പോൾ കുറച്ച് ചെറിയുള്ളി ഇല്ലെങ്കിൽ നമുക്കൊരു വലിയുള്ളിൻ്റെ പകുതി എടുത്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, ചെറിയുള്ളി ഇവിടെ ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞിട്ട്. ഇനി കുറച്ച് കറിവേപ്പിലും. അപ്പോൾ ഇതിൽ വേണ്ട സാധനം വറ്റൽമുളക് വേണം കേട്ടോ, അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ വേണം. ആ 2 സാധനവും നമ്മളെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിത് മാത്രമാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഉള്ളവർ അതിട്ടിട്ട് ഉണ്ടാക്കിയാൽ നല്ല രസമാണ് കേട്ടോ. മല്ലിയിലൻ്റെ ഒരു മണവും ആ വറ്റൽമുളകിൻ്റെ ഒക്കെ അവരിത് വരുമ്പോഴാണ് കറക്റ്റായിട്ട് അങ്ങോട്ട് ശരിയാവുക. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മളടുത്ത് ഇല്ലാത്ത സാധനമായി പോയില്ലേ. പിന്നെ ആ എണ്ണയ്ക്ക് കുറച്ച് നമ്മൾ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ സാമ്പാർ കായപ്പൊടി ഉണ്ടല്ലോ അതാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് കേട്ടോ. അപ്പോൾ അതിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടി സെറ്റായി വരുമ്പോൾ നമ്മളെ സാമ്പാറിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് നമ്മളെ സാമ്പാറൊക്കെ നല്ല കട്ടിയായിട്ട്, പരിപ്പൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ്, അതുപോലെ തന്നെ തക്കാളിയൊക്കെ നല്ല വെന്ത് നല്ല ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് എന്തായാലും ഒന്നുകൂടി ഇരിക്കുമ്പോൾ ഒന്ന് കുറുകും കേട്ടോ. അപ്പോൾ ഇത് വലിയ കട്ടിയിൽ കഴിക്കേണ്ടതല്ല കേട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസ് വേണം, അപ്പോൾ ഇത് രസം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനിയൊരു പപ്പടം പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായി കേട്ടോ. അപ്പോൾ അതാണ്, ഇത്ര സിമ്പിളാണ് കേട്ടോ നമ്മളെ തമിഴ്നാട് സ്റ്റൈലിൽ കിള്ളി സാമ്പാർ ഉണ്ടാക്കാൻ. അപ്പോൾ തമിഴ്നാടൊക്കെ നമ്മൾ വരെ വീട്ടിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടും കേട്ടോ. ഇഡ്ഡലി സാമ്പാർ, അതുപോലെ ഇതുപോലെ സാമ്പാർ ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലിക്കും അതുപോലെ ദോശയ്ക്കും വടക്കൊക്കെ നല്ല രസമാണ് ഈ ഒരു സാമ്പാർ. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ മീൻ പൊരിച്ചതും പപ്പടം ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ. ഇനിയിപ്പോൾ അതാ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മീനൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ തല ഇട്ടത് കാരണം തല നല്ലോണം ഒന്ന് മൊരിയാണ് കേട്ടോ. അപ്പോൾ അത് വേകണമെങ്കിൽ കുറച്ച് ടൈം വേണം. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ അതാ നമ്മളെ പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ. അപ്പോൾ മീൻ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മണമാണല്ലോ. അപ്പം ഞാൻ കംഫേർട്ടിൻ്റെ ഒരു കുറച്ച് ഒട്ടിക്കും കേട്ടോ. എന്നിട്ടാണ് ഇതിനൊക്കെ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ തുടച്ചിട്ട് എടുക്കുമ്പോൾ നല്ലൊരു മണമല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ കേട്ടോ ഒരു ചെറിയൊരു മഴയൊക്കെ പെയ്തു പോയി. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.